ആയിരങ്ങൾക്ക് അക്ഷരവെളിച്ചം പകർന്ന സത്യൻ കോനാട്ടിനെ അനുമോദിച്ചു. ചടങ്ങിൽ അക്ഷരപ്പെരുവഴിയിലെ ഏകാന്ത പഥികൻ എന്ന പുസ്തകം ATM മിനി കെ ജോൺ പ്രകാശനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് അക്ഷരവെളിച്ചം പകരുകയും വായനാ ലോകത്തേക്ക് കൊണ്ടുവന്ന എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സത്യൻ കോനാട്ടിനെ വായനാ ദിനത്തിൽ ആദരിച്ചു. ചെറുതോണിയിൽ നടന്ന ചടങ്ങിൽ സത്യനെക്കുറിച്ച് 110 പേർ എഴുതിയ അക്ഷരപ്പെരുവഴിയിലെ ഏകാന്ത പഥികൻ എന്ന പുസ്തകം ഇടുക്കി MD മിനി കെ ജോൺ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ധനപാലൻ മങ്കുവയ്ക്ക് കൈമാറി പ്രകാശനം ചെയ്തു. പോസ്റ്റ് കോവിഡ് നമ്മുടെ സാമൂഹ്യ രംഗത്തെ മാറ്റങ്ങൾ കാണുമ്പോൾ തിരിച്ചൊരു വായനാശീലത്തിലേക്കുള്ള പോക്കിന്റെ അനിവാര്യതയാണ് സൂചിപ്പിക്കുക. കാരണം നമ്മുടെ കണ്ണും കഴുത്തും തലയും എല്ലാം കേടാക്കുന്ന ഈ സോഷ്യൽ മീഡിയ ഉപയോഗം, അല്ലെങ്കിൽ നമ്മൾ ബുക്സ് വായിക്കുമെങ്കിൽ പോലും എനിക്ക് തോന്നുന്ന ഒരു സംതൃപ്തി നൽകുക ഇപ്പോഴും നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ ബുക്ക് വായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ ഉപദേശിക്കുമെങ്കിലും നമ്മൾ മുതിർന്നവർ എത്രമാത്രം ഈ വായനാശീലം തുടർന്നുകൊണ്ട് പോകുന്നു, അതിനെ നമ്മൾ തിരിച്ചു പിടിക്കുന്നു എന്ന് ഈ അവസരം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സ്വരം മാസിക എഡിറ്റർ PL നിസാമുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നീള ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുപ്രവർത്തകനായ ജോസ് കുഴികണ്ടം, സാജൻ കുന്നേൽ, NJ വർഗീസ്, ഡിറ്റാജ് ഇടുക്കി, സജി M കൃഷ്ണൻ, ബെന്നി സെബാസ്റ്റ്യൻ, ബിജു മാത്യു വേമ്പേനി, KD മണിയൻ, സെബാസ്റ്റ്യൻ തേനാശ്ശേരി, വർഗീസ് വെട്ടിയാങ്കൽ, KM ജലാവുദ്ദീൻ, ജോർജ് ജോസഫ്, ലിജോ ശശിധരൻ, സതീഷ് CV എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി.